ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടൊരു എങ്കിലോ മനോഹരമായിട്ടൊരു ബാസ്ക്കറ്റാണ് ചെയ്യുന്നത്. ഒരു ഗിഫ്റ്റ് ഐറ്റം കൂടിയാണ്. നമ്മൾ കളയുന്നൊരു പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇതാണ്ടില്ലേ, ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസിൻ്റെ അതിനെ റൗണ്ട് ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. റൗണ്ട് ഷേപ്പ് എന്ന് വെച്ചാൽ ഒരു 10 റൗണ്ട് ഷേപ്പുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബാസ്ക്കറ്റിന് വേണ്ടിയിട്ട് വെറുതെ കട്ട് ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ. അതിതാ ഈ സാറ്റൺ റിബൺ കൊണ്ട്, ഇതിപ്പോൾ പിങ്കും ഡാർക്ക് പിങ്ക് ഫ്ലവറും ഈ ഒരു ലൈറ്റ് പിങ്ക് ൻ്റെ ചുറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു റൗണ്ട് റിങ്ങിൽ ഇത് കണ്ട് സിമ്പിളായിട്ട് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് ഞാനത് റിങ് ആക്കി എടുത്തു കഴിഞ്ഞ് ഇനി ആ ഒരു റിങ്ങിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗം കവർ ചെയ്യാൻ, ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, ഭംഗിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഒരു റൗണ്ട് കട്ട് ചെയ്ത് അതും ഇതുപോലെ തന്നെ ഫെവി ബോണ്ട് വെച്ച് ഒരു എൻഡ് ഒട്ടിച്ചിട്ട് മറുഭാഗം നമ്മളത് ചുറ്റി വരിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് ബാലൻസ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഇതിൽ കാണിക്കുന്ന കണക്ക് ഇതാണ്ടില്ല, ഓപ്പോസിറ്റ് വെച്ച് ഒരു എക്സ് രീതിയിൽ അത് കട്ട് ചെയ്തിട്ട് അതിൽ ആ ഒരു റിങ്ങിൽ നമ്മളത് ഒട്ടിച്ചെടുത്തു കഴിഞ്ഞ് ഇതിൻ്റെ ഫസ്റ്റ് ലെയർ, ആദ്യത്തെ ലെയറാണിത്. ഈ ഒട്ടിച്ചിരിക്കുന്ന കണക്കാണ് ഞാനത് 4 എണ്ണമാണ് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ വേറൊരു രണ്ട് ഇതായിട്ടാണ് ഞാനത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ആ സെൻറ്ററിൽ വെക്കാനൊരു ഫ്ലവറിന് വേണ്ടിയിട്ട് ഇത് ഡാർക്ക് പിങ്ക് കളറിലെ ഒരു പീസ് ഇതുപോലെ സാറ്റൺ റിബൺ എടുത്ത് അതിനെ മടക്കി ഇതുപോലെ ആ ഒരു മിനുസ ഭാഗം അകത്ത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു മടക്കുന്നത്. അതൊരു ഫ്ലവറിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് കണ്ടില്ലേ, മിനുസ ഭാഗം അകത്തോട്ട് വെച്ചിട്ട് 2 എൻഡിൽ നിന്നും പകുതി വെച്ച് മടക്കി, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അതേപോലെ തന്നെ മടക്കി എടുക്കുകയാണ്. കണ്ട, ഇതുപോലെ മടക്കി പിടിച്ചതിന് ശേഷം ഇത്ര വലിപ്പത്തിൻ്റെ ആവശ്യമുള്ളൂ, കാരണം അതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ. ഇതുപോലെ ചരിച്ച്, ഒരു ബോട്ടിൻ്റെ ഒരു കട്ടിങ് പോലെയാണ്, ചരിച്ച് കട്ട് ചെയ്തിട്ട് നമ്മളത് ലൈറ്റർ യൂസ് ചെയ്ത് അതൊന്ന് ചൂട് പിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആ 2 സൈഡും ചൂട് പിടിപ്പിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ 2 സൈഡ് നമ്മൾ ഏതൊരു സാറ്റൺ റിബൺ ചെയ്താലും അത് ലൈറ്റർ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലൈറ്റർ യൂസ് ചെയ്ത് ആ 2 സൈഡും ഇതുപോലെ ഒരു ബോട്ടിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, ചൂട് പിടിപ്പിക്കുമ്പോൾ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഒട്ടിയിരുന്നോളും. 2 സൈഡിൽ നിന്ന് മടക്കിയിട്ട് ഇതിനി ഒരു പെറ്റൽ, അതായത് ഒരു ഇതൾ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇതുപോലത്തതാണ്. കണ്ടില്ല, ആ ഒരു ഇത് ഒരുപാടെണ്ണം നമ്മൾ ചെയ്തിട്ടാൽ അതിൻ്റെ ഓരോന്നിൻ്റെ സെൻറ്ററിലും വെക്കണ്ടേ. അപ്പോൾ ഓരോന്നും നമ്മൾ ചെയ്തിരിക്കുകയാണ്. അത് വിടർത്തിയതിന് ശേഷം ഇതുപോലത്തെ ഫ്ലവറാണ്. 4 ഫ്ലവർ വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ്, ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞ്, ഇനിയെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു 2 സെറ്റ് ഒട്ടിച്ചതിൽ ഇതിപ്പം ഒരു ഡാർക്ക് പിങ്കിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് അത് വെച്ച് വീണ്ടും അത് ഒട്ടിക്കുകയാണ്. അതിൻ്റെ സെൻറ്ററിലാണ് ഈ ഒരു ഫ്ലവർ ഒട്ടിച്ചെടുക്കുന്നത്. ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ ഒരു വെള്ള മുത്ത് വെച്ച് അതും ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ച് അതും ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് ഇത് നല്ലൊരു ഗിഫ്റ്റായി കഴിഞ്ഞ ഒരു വ്യത്യസ്തമായിട്ടൊരു ബാസ്ക്കറ്റാണ് ആക്കിയത്. മനോഹരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടൊരു ബാസ്ക്കറ്റ് ആക്കി കഴിഞ്ഞ്